ഹായ് എവരിവൺ, ഐം ട്രൈലേക്ക് അയച്ചിട്ട്. അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ കോഴ്സിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫസ്റ്റ് നമുക്ക് കാൻഡിൽസ്റ്റിക് എന്താണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ കോഴ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് നമുക്ക് കാൻഡിൽസ്റ്റിക് എന്താണെന്ന് നോക്കാം. നമുക്ക് രണ്ട് ക്യാൻഡിലാണ് വരുന്നത്, ബുള്ളിഷ് ക്യാൻഡിലും ബിയറിഷ് ക്യാൻഡിലും. ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് വെച്ചാൽ ഓപ്പണ് ഡൗൺ സൈഡിലും ക്ലോസ് അപ്പിലും വരുന്ന ഇതുപോലെയുള്ളത്. ഇതാണ് ബോഡി, ഇതാണ് ക്യാൻഡിലിൻ്റെ വിക്ക്. ഈ ഹൈ ഇല്ലേ, ഈ ലൈന്, ഇതിനെയാണ് വിക്ക് എന്നാണ് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാൻഡിൽ ഇതുവരെ പോയിട്ട് പിന്നെ താന്ന് ഇവിടെ ക്ലോസ് ചെയ്തതാണ്. അതേമാതിരി ലോയിലൊരു വിക്ക് ഉണ്ട്, അതും ഓപ്പൺ ചെയ്തതിന് ശേഷം ലോ വരെ ഒന്ന് താന്ന് പിന്നെയാണ് ഹൈ ചെയ്തത്. ആ ലോ വരെ താന്ന് ഹൈ ചെയ്ത് പോയത് ഇതിനെയാണ് വിക്ക് എന്ന് പറയുന്നത്, ആ ലോ വരെ താന്നത്. അപ്പം ഇതാണ് ക്യാൻഡിലിൻ്റെ ബോഡി, ഇത് വിക്ക്. ഇവിടെ ഓപ്പൺ ചെയ്തു, ഇവിടെ ക്ലോസ് ചെയ്തു ബുള്ളിഷ് ക്യാൻഡിലിൻ്റെ. ബിയറിഷ് ക്യാൻഡിലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ബിയറിഷ് ക്യാൻഡിലിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈയിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒന്ന് ഹൈയിലോട്ട് അങ്ങ് ക്യാൻഡിൽ പോയി പിന്നെ ഡൗൺ സൈഡിൽ വന്ന് ക്ലോസ് ചെയ്യുന്നതിനെയാണ്. ഡൗൺ സൈഡിലേക്ക് വീണ്ടും പോയി നല്ല ലോ ഒക്കെ എടുത്തതിന് ശേഷം കുറച്ചങ്ങോട്ടൊന്ന് മുകളിൽ കയറി ക്ലോസ് ചെയ്യുന്നതിനെയാണ് ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇതേമാതിരി വലിയ ക്യാൻഡിലിനെയാണ്, വലിയ ക്യാൻഡിലല്ല, ഇങ്ങനെ ഇതിനെയാണ് ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. മുകളിൽ ഓപ്പണും താഴെ ക്ലോസും ചെയ്യുന്നതിനാണ് ബിയറിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. താഴെ ഓപ്പണും മുകളിൽ ക്ലോസ് ചെയ്യുന്നതിനുമാണ് ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ ക്യാൻഡിൽസിൻ്റെ ഇമ്പോർട്ടൻസ്. ഇനി മാർക്കറ്റിലേക്കൊന്ന് നമുക്ക് പോകാം. നമുക്ക് റിയൽ മാർക്കറ്റിലേക്ക് പോകാം. റിയൽ മാർക്കറ്റിൽ എങ്ങനെയാണ് മാർക്കറ്റ് നമുക്ക് നോക്കാം. നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. ഇവിടെ ആ ഗോൾഡിൻ്റെ ചാർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ഈ ക്യാൻഡിൽ ഓപ്പൺ ആയത് ഇവിടെയാണ്, ക്ലോസ് ആയത് ഇവിടെയാണ്. ഇതിനെ ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയും. ഈ ക്യാൻഡിലും ഓപ്പൺ ആയത് ഇവിടെയാണ്, ക്ലോസ് ചെയ്തത് ഇവിടെയാണ്. ഇതിനും ബുള്ളിഷ് ക്യാൻഡിൽ എന്ന് പറയും. ഈ ക്യാൻഡിലിൻ്റെ ഈ ബ്ലാക്ക് ക്യാൻഡിൽ, ഇത് റെഡ് ക്യാൻഡിലായിരിക്കും കേട്ടോ. മറ്റേ എൽക്കാറ്റെല്ലാം എടുത്തു ഞാൻ ബ്ലാക്ക്, ഞാൻ ഇങ്ങനത്തെ തീമാണ്, എൻ്റെ കളർ തീം ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ ഓപ്പൺ ചെയ്തു ക്യാൻഡിൽ, ഇവിടെ ക്ലോസ് ചെയ്തു. ഇത് ബിയറിഷ് ക്യാൻഡിൽ. മുകളിൽ ഓപ്പൺ, താഴെ ക്ലോസ് ബിയറിഷ് ക്യാൻഡിൽ. താഴെ ഓപ്പൺ, മുകളിൽ ക്ലോസ് ബുള്ളിഷ് ക്യാൻഡിൽ. താഴെ ഓപ്പൺ, മുകളിൽ ക്ലോസ് ബുള്ളിഷ് ക്യാൻഡിൽ. താഴെ ഓപ്പൺ, മുകളിൽ ക്ലോസ് ബുള്ളിഷ് ക്യാൻഡിൽ. ഇവിടെ മുകളിൽ ഓപ്പൺ, താഴെ ക്ലോസ് ബിയറിഷ് ക്യാൻഡിൽ. ഇങ്ങനെയാണ് വരുന്നത് ക്യാൻഡിൽ. ഇപ്പം നിങ്ങൾക്ക് മാർക്കറ്റ് നോക്കിയാൽ അറിയാം, മാർക്കറ്റ് ഒരു ഡയറക്ഷനിൽ ഇങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ പോകുന്നില്ല. മാർക്കറ്റ് അങ്ങനെ ഒറ്റയടിക്ക് ഇങ്ങനെ കുത്തിപ്പൊന്തി പോകുന്നില്ല. ഇപ്പം ഗോൾഡ് ഓൾ ടൈം ഹൈൻ്റെ സീസൺ ആയതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുത്തിപ്പൊന്തിക്കണം. അങ്ങനെ ഗവൺമെൻറ് ഇതൊക്കെ കയറ്റുന്നതാണ്, അല്ലാതെ മാർക്കറ്റ് ഒരിക്കലും അങ്ങനെ കുത്തിപ്പൊന്തി പോകില്ല. മാർക്കറ്റിൻ്റെ ഘടന, മാർക്കറ്റ് പോകുന്നൊരു ഘടന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈ, ഒരു ലോ, ഒരു ഹൈ, ഒരു ലോ, ഒരു ഹൈ, ഒരു ലോ, ഒരു ഹൈ, ഒരു ലോ, അങ്ങനെയുള്ള മാർക്കറ്റ് പോവുക. ഇനി ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഒരു ലോവർ ഹൈ, ഒരു ലോവർ ലോ, ഒരു ലോവർ ഹൈ, ഒരു ലോവർ ലോ, ഒരു ലോവർ ഹൈ, ഒരു ലോവർ ലോ. ഇതിനെ ഹയർ ലോ, ഇതിന് ഹയർ ഹൈ. ഈ ഹൈ എൻഡിലാരും വലിയ ഹൈ ആണിത്. അപ്പം ഇതിനെന്താണ് പറയുക? ഹയർ ഹൈ. ഈ ലോൻ്റെ ആറും വലിയ ലോയാണ് ഇത്, അപ്പോൾ ഇതിന് ലോവർ ഹൈ. ഈ ഹൈൻ്റെ ആറും വലിയ ഹൈ ആണിത്, ഇതിന് ഹയർ ഹൈ. ഈ ലോൻ്റെ ആറും വലിയ ലോയാണിത്, ഇതിന് ലോവർ ലോ. ഇങ്ങനെയാണ് പറയുന്നത്. ബുള്ളി സിനാരിയോയിൽ വരുമ്പോൾ അപ് ട്രെൻഡിൽ പോകുമ്പോൾ, അപ് ട്രെൻഡിൻ്റെ കേസിൽ ഇങ്ങനെയാണ്. ഇതാണ് അപ് ട്രെൻഡിൻ്റെ കേസ്. ഇങ്ങനെ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഹയർ ഹൈ ഫോമായി, ഇതിനെ ഹയർ ലോ എന്ന് പറയും. ഈ ഹൈൻ്റെ ആറും വലിയ ഹൈ ആണ് ഇവിടെ. അപ്പം ഇതിനെന്താണ് പറയുക? അടുത്ത ഹയർ ഹൈ എന്ന് പറയും. ഈ ഹയർ ലോൻ്റെ ആറും വലിയ ഹയർ ലോ ആണ് ഇവിടെ, അപ്പോൾ ഇതിന് ഹയർ ലോ എന്ന് പറയും. ഇവിടെ ഹയർ ഹൈ, ഇവിടെ ഹയർ ലോ. ഈ ഹയർ ഹൈൻ്റെ ആറും വലിയ ഹൈ ആണിത്, അപ്പോൾ ഇതിന് ഹയർ ഹൈ. ഈ ഹയർ ലോൻ്റെ ആറും വലിയ ലോ ആണിത്, അപ്പോൾ ഇതിന് ഹയർ ലോ. ഇനി ഡൗൺ ട്രെൻഡിൻ്റെ കേസിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡൗൺ ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഈ ലോവർ ഹൈൻ്റെ ആറ് ചെറിയ ഹൈ ആണിത്, അപ്പോൾ ഇതിനെ ലോവർ ഹൈ എന്ന് പറയാം. ലോവർ ഹൈ. ഈ ലോവർ ഹൈൻ്റെ ആറും ചെറിയ ഹൈ ആണ് ഇത്, അപ്പോൾ ഇതിനെ ലോവർ ഹൈ എന്ന് പറഞ്ഞ് പറയുക. ഈ ലോവർ ലോൻ്റെ ആറ്, ഈ ലോൻ്റെ ആറും വലിയ ലോ ആണിത്, അപ്പോൾ ഇതിനെ ലോവർ ലോ എന്നാണ് പറയുന്നത് ഇത്. ഇനി ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിലും ഈ ലോവർ ലോൻ്റെ ആറും വലിയ ലോ ആണിത്, അപ്പോൾ ഇതിനെ ലോവർ ലോ എന്ന് പറയും. ഈ ലോവർ ഹൈൻ്റെ ആറും ചെറിയ ലോവർ ഹൈ ആണിത്, അപ്പോൾ ഇതിനെ ലോവർ ഹൈ എന്ന് പറയും. ഈ ഹൈൻ്റെ ആറും ചെറിയ ഹൈ ആണിത്, അപ്പോൾ ഇതിനെ ലോവർ ഹൈ എന്ന് പറയും. ഇങ്ങനെയാണ് മാർക്കറ്റ് പോവുള്ളൂ. മാർക്കറ്റ് ഇങ്ങനെ അപ് ട്രെൻഡ്, ഡൗൺ ട്രെൻഡ്, ഒരു കൺസോൾട്ടേഷൻ മൂവ്, ഇങ്ങനെ ഉള്ളു മാർക്കറ്റ് പോവുക. അല്ലാതെ ഒരിക്കലും മാർക്കറ്റ് ഇങ്ങനെ ഒരു പോക്ക് ഇങ്ങനെ പോവില്ല. ഇങ്ങനെ പോവില്ല. ഒരു കറക്ഷന്
ഒരു ഇമ്പൾസീവ് കറക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ അപ് ട്രെൻഡിൻ്റെ കേസിലോട്ടാണ് നമ്മൾ വരുന്നത് എന്നുണ്ടെങ്കിൽ ഇതിനെ ഇമ്പൾസീവ് മൂവ് എന്ന് പറയും, ഇതിനെ കറക്ഷൻ മൂവ് എന്ന് പറയും. പിന്നെ ഒരു ഇമ്പൾസീവ് മൂവ് നടത്തും, പിന്നെ ഒരു കറക്ഷൻ മൂവ് നടത്തും, പിന്നെ ഒരു ഇമ്പൾസീവ് മൂവ് നടത്തും, പിന്നെ ഒരു കറക്ഷൻ മൂവ് നടത്തും, പിന്നെ ഒരു ഇമ്പൾസീവ് മൂവ് നടത്തും, പിന്നെ ഒരു കറക്ഷൻ മൂവ് നടത്തും. ഇത് അപ് ട്രെൻഡിൻ്റെ കേസിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇതിനെ കറക്ഷൻ മൂവ് എന്ന് പറയുന്നു. ഇവിടെ കറക്ഷൻ മൂവ്, അതേമാതിരി ഇവിടെ കറക്ഷൻ മൂവ്, ഇവിടെ ഒരു കറക്ഷൻ മൂവ്, ഇവിടെ ഒരു കറക്ഷൻ മൂവ്. ഈ റെഡ് ബോക്സിൽ അടയാളപ്പെടുത്തിയതാണ് കറക്ഷൻ മൂവ് എന്ന് പറയുന്നത്. അപ്പം ഇമ്പൾസീവ് മൂവ് ബാക്കിയുള്ളതാണ് ഇമ്പൾസീവ് മൂവ്. ഏതാണ് ഇമ്പൾസീവ് മൂവ്? ഇതാണ് ഇമ്പൾസീവ് മൂവ്. ഇതാണ് അപ് ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഇതൊരു ഇമ്പൾസീവ് മൂവ്, ഇവിടെ ഒരു ഇമ്പൾസീവ് മൂവ്, ഇവിടെ ഒരു ഇമ്പൾസീവ് മൂവ്, ഇവിടെ ഒരു ഇമ്പൾസീവ് മൂവ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവിടെ ഒരു ഇമ്പൾസീവ് നടന്നു, പിന്നെ ഒരു കറക്ഷൻ മൂവ് നടന്നു. ഈ ഹയർ ഹൈൻഡിലാറും വലിയൊരു ഹൈ ഇവിടെ ക്രിയേറ്റ് ആയി ഇമ്പൾസീവ്. ഈ ലോൻ്റെ ആറും വലിയ ലോ ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിനെ കറക്ഷൻ ഹയർ ലോ എന്ന് പറയും. ഈ ഹയർ ഹൈൻഡിലാറും വലിയ ഹൈ ആണ് ഇവിടെ ക്രിയേറ്റ് ആയത്. അവിടെ ഒരു ഇമ്പൾസീവ് നടന്നു, വലിയൊരു ദമ്മിലൊരു മൂവ് നടന്നു. അപ്പോൾ ഇതിനെന്ത് പറയും? ഇമ്പൾസീവ് നടന്നു. പിന്നെ ചെറിയൊരു കറക്ഷൻ വന്നു. ആ കറക്ഷനിൽ ക്രിയേറ്റ് ആയ ലോയാണ് ഹയർ ലോ എന്ന് പറയുന്നത്. വലിയൊരു ഇമ്പൾസീവ് നടന്നു, പിന്നെ ഒരു ചെറിയ ലോ ക്രിയേറ്റ് ആയി. ഇങ്ങനെയാണ് അപ് ട്രെൻഡിൽ പോവുക. ഡൗൺ ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡ്. നമുക്ക് ഡൗൺ ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം. ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി, പിന്നെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി. ഈ വലിയ പോക്കില്ലേ, ഇതിനാണ് ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ചെറിയ ഹൈ ക്രിയേറ്റ് ആയി, ഇതിനെ കറക്ഷൻ മൂവ് എന്ന് പറയുന്നു. പിന്നെ ഒരു ഇമ്പൾസീവ് മൂവ് ക്രിയേറ്റ് ആയി, പിന്നെ ഒരു കറക്ഷൻ മൂവ് ക്രിയേറ്റ് ആയി, പിന്നെ ഒരു ഇമ്പൾസീവ് മൂവ് ക്രിയേറ്റ് ആയി. ഈ ഗ്രീൻ കോളത്തിൽ അടയാളപ്പെടുത്തിയതൊക്കെ ഡൗൺ ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഇമ്പൾസീവ് മൂവാണ്. റെഡ് കോളത്തിൽ അടയാളപ്പെടുത്തിയതൊക്കെ കറക്ഷൻ മൂവാണ്. മാർക്കറ്റ് എങ്ങനെയായാലും ഒരു ഇമ്പൾസീവ് മൂവ്, ഒരു കറക്ഷൻ മൂവ്, ഒരു ഇമ്പൾസീവ് മൂവ്, ഒരു കറക്ഷൻ മൂവ് അങ്ങനെ പോവുകയുള്ളൂ. മാർക്കറ്റ് ഒരിക്കലും ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ നേരെ ഡയറക്റ്റ് ഇങ്ങനെ പോകില്ല. അങ്ങനെ ഈ ലൈനും അതിൽ ഒരിക്കലും പോകില്ല. ഒരു ഇമ്പൾസീവ്, ഒരു കറക്ഷൻ, ഒരു ഇമ്പൾസീവ്, ഒരു കറക്ഷൻ അങ്ങനെ ഉണ്ടാക്കിയ മാർക്കറ്റ് പോവുകയുള്ളൂ. അപ്പം ഇവിടെ ക്രിയേറ്റ് ആവുന്നതാണ്, ഇതിനെയാണ് ലോവർ ഹൈ എന്ന് പറയുന്നത്. ഇതിൻ്റെ ആരും ചെറിയ ലോവർ ഹൈ ആണ്, ചെറിയ ഹൈ ആണിത്. അപ്പോൾ ഇതിനെ ലോവർ ഹൈ എന്ന് പറയും. ഈ ഹൈൻ്റെ ആരും ചെറിയ ഹൈ ആണിത്. അപ്പോൾ ഇതിനെ ലോവർ ഹൈ എന്ന് പറയും. ഈ ലോൻ്റെ ആരും വലിയ ലോ ആണിത്. അപ്പോൾ ഇതിനെ ലോവർ ലോ എന്ന് പറയും. ഈ ലോൻ്റെ ആരും വലിയ ലോ ആണിത്. അപ്പോൾ ഇതിനെ ലോവർ ലോ എന്ന് പറയും. ഇവിടെ ഞാൻ പറഞ്ഞു ഇമ്പൾസീവ് മൂവ് ആണ് ഈ ഗ്രീൻ കോളത്തിൽ അടയാളപ്പെടുത്തിയത്. ഈ റെഡ് കോളത്തിൽ അടയാളപ്പെടുത്തിയത് കറക്ഷൻ മൂവ് ആണ്. ഈ ഗ്രീൻ കോളത്തിൽ അടയാളപ്പെടുത്തിയത് എന്താ? ഇമ്പൾസീവ് മൂവ്. ഈ റെഡ് കോളത്തിൽ അടയാളപ്പെടുത്തിയത് കറക്ഷൻ മൂവ്. ഇനി നമുക്ക് ഡയറക്റ്റ് ചാർട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു ഡൗൺ ട്രെൻഡിൻ്റെ കേസ് എടുക്കാം. നമുക്ക് ഒരു എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ പാത്ത് നമുക്ക് വരച്ച് നോക്കാം. ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആക്കി, ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആക്കി, ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആക്കി, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയില്ല. ഇവിടെ എന്താണ്? ഇവിടെ ഒരു ഇങ്ങനത്തെ കേസ് എന്താണ് ഞാൻ ഫുള്ളായി വിവരിച്ചു തരാം കേട്ടോ. ഇങ്ങനത്തെ ഒരു കേസ്, ഇതൊക്കെ ഒരു ലിക്വിഡിറ്റിൻ്റെ കേസാണ്. ഇത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അതിൻ്റെ ഫുള്ള് ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു വലിയൊരു ലോവർ ലോ ക്രിയേറ്റ് ആയി. ഇങ്ങനെയാണ് മാർക്കറ്റ് പോയത്. ഇതിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഈ സൈഡിലോട്ടൊന്ന് മാറ്റി നോക്കിയാൽ നമുക്ക് കറക്റ്റ് കിട്ടും. ഇതിൻ്റെ ഭാഗത്ത് നമുക്ക് എടുക്കാം. ഈ ഭാഗത്ത് നമുക്ക് എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവും, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ഇമ്പൾസീവ് മൂവ് ആയിരുന്നു, പിന്നെ ഇവിടെ ഒരു കറക്ഷൻ മൂവ് ആയിരുന്നു, പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഇതായിരുന്നു, പിന്നെ ഇവിടെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു വലിയൊരു ലോവർ ലോ ക്രിയേറ്റ് ആയി, ഇവിടെ ഒരു ഇമ്പൾസീവ് നടന്നു, ഇവിടെ ഒരു കറക്ഷൻ മൂവ് നടന്നു. അങ്ങനെയാണ് മാർക്കറ്റ് പോവുള്ളൂ. ഒരു ഇമ്പൾസീവ്, ഒരു കറക്ഷൻ, ഒരു ഇമ്പൾസീവ്, ഒരു കറക്ഷൻ, ആ ഒരു മൂഡിലെ മാർക്കറ്റ് പോവുള്ളൂ. മാർക്കറ്റ് എങ്ങനെയായാലും പോവുള്ളൂ. അപ്പം ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊക്കെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ കൂടെ കുറേ ലിക്വിഡിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൂടുതലായി പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ബേസ് ഒന്ന് നോക്കാം. ബേസ് ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ബേസാണ് ഇട്ടത്. ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആകുമ്പോൾ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആകും. അങ്ങനെയാണ് ഡൗൺ ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ. ഒരു അപ് ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആവുന്നു, ഒരു ഹയർ ലോ ക്രിയേറ്റ് ആവുന്നു. അങ്ങനെയാണ് അപ് ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോൾ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആവുന്നു, ഒരു ഹയർ ലോ ക്രിയേറ്റ് ആവുന്നു, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആവുന്നു, ഒരു ഹയർ ലോ ക്രിയേറ്റ് ആവുന്നു, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആവുന്നു, ഒരു ഹയർ ലോ ക്രിയേറ്റ് ആവുന്നു, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആവുന്നു, ഒരു ഹയർ ലോ ക്രിയേറ്റ് ആവുന്നു. ഇങ്ങനെ ആയിരിക്കും. ഇതിപ്പോൾ നിങ്ങൾ ഇതിൻ്റെ മുമ്പ് ട്രേഡ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെയാണ് മാർക്കറ്റ് എങ്ങനെയാലും പോവുള്ളൂ. ഇനി സൈഡ് വേസ് മൂവ്മെൻ്റ് ഉണ്ട്. അതിലെങ്ങനെയാണ് മാർക്കറ്റ് പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ
മാർക്കറ്റ് ഇവിടെ ഒരു ഹയർ റേറ്റ് ആവും. ഇവിടെ ഒരു ഇങ്ങനെ രണ്ടും കെട്ടൊരു നിലയിൽ ഒരു കൺസോൾട്ടേഷൻ മൂവ് എന്ന് ഇതിന് പറയാം, അക്യുമുലേഷൻ മൂവ് ആണ് ഇതിന് പറയാം. അങ്ങനെ പോകുന്നതിന് ഇങ്ങനെ നേരെ പോകുന്നത്. അപ്പം ഇതിൻ്റെ ഇങ്ങനത്തെ മൂവ് വരുമ്പോൾ ഇതിൻ്റെ ബോത്ത് സൈഡിലും ലിക്വിഡിറ്റി ഉണ്ടാവും. കാരണം ഇവിടെ കുറേ ആൾക്കാർ സപ്പോർട്ട് അടിച്ച് കാണാൻ കുറേ എൻട്രി എടുക്കുന്നുണ്ടാവും, ഇവിടെ കുറേ ആൾക്കാർ റെസിസ്റ്റൻസ് അടിച്ച് കാണാൻ എൻട്രി എടുക്കുന്നുണ്ടാവും. ഇവിടെ എന്താ വെച്ചാൽ ഇതിൻ്റെ ബോത്ത് സൈഡിലും ലിക്വിഡിറ്റി ഉണ്ടാവും കേട്ടോ നമ്മുടെ ഇതിൽ. അതൊക്കെ നമുക്ക് മുഴുവനായി മുമ്പോട്ട് പോകുമ്പോൾ മുമ്പത്തെ ക്ലാസ്സിലോട്ട് ഇങ്ങനെ പറഞ്ഞു പോവാം. പിന്നെ ഈ അപ് ട്രെൻഡിൽ പോകുന്ന കേസിലെ ഈ അപ് ട്രെൻഡ് പോകുന്ന കേസിലും ഇവിടെ കുറേ ആൾക്കാർ ട്രെൻഡ് ലൈൻ വരച്ച് ട്രേഡ് എടുക്കുന്നുണ്ടാവും. ഇവിടെ ലിക്വിഡിറ്റി ഉണ്ട്. ഈ ട്രെൻഡ് ലൈൻ വരച്ച് ട്രേഡ് ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ ട്രേഡിങ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ട്രെൻഡ് ലൈനും ഇതൊക്കെ റെസിസ്റ്റൻസും സപ്പോർട്ടൊക്കെ. അപ്പം ഇതിൻ്റെ ഇങ്ങനത്തെ നമ്മുടെ സിനാരിയോയിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ ഈ ട്രെൻഡ് ലൈൻ മേലൊക്കെ ലിക്വിഡിറ്റി ഉണ്ട്, അതേമാതിരി സപ്പോർട്ട് റെസിസ്റ്റൻസ് മേലൊക്കെ ലിക്വിഡിറ്റി ഉണ്ട്. അങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഡൗൺ ട്രെൻഡിൻ്റെ കേസിലോട്ട് വരുമ്പോഴും അങ്ങനെ ലിക്വിഡിറ്റി ഉണ്ട്. ഇപ്പം കുറേ ആൾക്കാർ ട്രെൻഡ് ലൈനും ഇതൊക്കെ വരച്ചാണ് എൻട്രി എടുക്കുന്നത്. ബട്ട് നമ്മുടെ രീതി എന്ന് പറഞ്ഞത് വേറെ രീതിയാണ്. അപ്പം നമ്മുടെ രീതിയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ആദ്യം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. ഹയർ ഹൈ ഹയർ ലോ, ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ ഒക്കെ അങ്ങനെയാണ് മാർക്കറ്റ് പോവുക. അപ്പോൾ മാർക്കറ്റ് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഉള്ളിൽ കൂടെ കുറേ ലിക്വിഡിറ്റികൾ ഫൈൻഡ് ചെയ്ത് കണ്ട് എൻട്രി എടുക്കാൻ പഠിക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അത് ചെയ്യാനും വേണ്ടിയുള്ള ആദ്യത്തെ ഘടകം ഫസ്റ്റ് ഒന്ന് പഠിച്ചെടുക്കാനും വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഒരു ഇമേജ് ഉണ്ട് ഇവിടെ. ആ ഇമേജും പിന്നെ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഡെഫിനേഷനും കൂടെ നമുക്ക് നോക്കിയാണ്ട് നമുക്ക് അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകാം. മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കാണുന്നത്. ഇതാണ് അപ് ട്രെൻഡ്. ഞാൻ പറഞ്ഞു ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആയതിനു ശേഷം ഇവിടെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ആയി. ഈ ഹയർ ഹൈൻ്റെല്ലാരും വലിയൊരു ഹൈ ക്രിയേറ്റ് ആവുന്നതിനെയാണ് അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ പോകുന്നതിനെയാണ് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ആയി പോകുന്നതിനെയാണ് അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഈ റേഞ്ച് പോകുന്നത് എന്ന് പറഞ്ഞാൽ കൺസോൾട്ടേഷൻ ആണെന്ന് ഞാൻ പറഞ്ഞു. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടൊരു പതുങ്ങി പോകുന്നതിനെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. ഇതാണ് കൺസോൾട്ടേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഡൗൺ ട്രെൻഡിന്റെ കേസിലോട്ട് വരുമ്പോഴാണ് ഡൗൺ ട്രെൻഡിന്റെ കേസ് ഒരു ലോവർ ലോ ക്രിയേറ്റ് ആവുന്നു, പിന്നെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആവുന്നു, പിന്നെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആവുന്നു, പിന്നെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആവുന്നു, പിന്നെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ആവുന്നു. ഇങ്ങനെയാണ് ഡൗൺ ട്രെൻഡിന്റെ കേസ് എന്ന് വരുന്നത്. ഇതിനെയാണ് മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇമ്പൾസീവ് മൂവും കറക്ഷൻ മൂവും ഇതിലൊന്നും കൂടെ നമുക്ക് ഒന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇമ്പൾസീവ് മൂവ് ഈ ഗ്രീൻ കോളത്തിലില്ല, ഈ ഗ്രീൻ ലൈനിൽ പോകുന്നതിനാണ് ഇമ്പൾസീവ് മൂവ് എന്ന് പറയുന്നത്. ഈ റെഡ് ഇതിൽ പോകുന്നത് ഒരു കറക്ഷൻ അപ് ട്രെൻഡിൻ്റെ കേസിൽ കേട്ടോ. പിന്നെ ഒരു ഗ്രീനിൽ പിന്നെയും പോയി ഇത് ഇമ്പൾസീവ്, പിന്നെ ഒരു ചെറിയൊരു കറക്ഷൻ വന്നു, പിന്നെ ഒരു ഗ്രീനിൽ ഇമ്പൾസീവായി ഒരു നല്ലൊരു പോക്ക് പോയി, പിന്നെ ചെറിയൊരു കറക്ഷൻ വന്നു, പിന്നെ ഒരു റേഞ്ച് ഇവിടെ കളിച്ചു, ഒരു കൺസോൾട്ടേഷൻ മൂവ്മെന്റ് ഇവിടെ നടന്നു. ഈ ഡൗൺ ട്രെൻഡിന്റെ കേസിൽ ഒരു നല്ലൊരു ഇമ്പൾസീവ് മൂവ് നടന്നു, റെഡിൽ നല്ലൊരു ഇമ്പൾസീവ് മൂവ് നടന്നു, പിന്നെ ചെറിയൊരു കറക്ഷൻ മൂവ് നടന്നു, ഒരു കറക്ഷൻ വന്നു, ഒരു ഹൈ വന്നു. ഇതിൻ്റെ ഒരു ഒരു ലെവൽ എടുക്കാൻ വേണ്ടി ഒരു ഹൈ ക്രിയേറ്റ് ആയി, പിന്നെ വീണ്ടും ലോയിലോട്ട് തന്നെ പോയി, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ആവുന്നു, പിന്നെ ഒരു ലോയിലോട്ട് തന്നെ പോകുന്നു. അപ്പം ഇതിന് ഇമ്പൾസീവ് മൂവ് എന്ന് പറയും ഡൗൺ ട്രെൻഡിന്റെ കേസിൽ, ഇതിന് കറക്ഷൻ മൂവ് എന്ന് പറയും, ഇതിന് ഇമ്പൾസീവ് മൂവ് എന്ന് പറയും. അപ്പം കറക്ഷൻ മൂവും ഇമ്പൾസീവ് മൂവും ഒന്ന് നല്ലോണം മനസ്സിലാക്കി വെക്കുക എല്ലാവരും. നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷനും കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ജസ്റ്റ് എഴുതി വെച്ചിട്ടുള്ളൂ ബേസിക് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്നൊക്കെ. ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് PDF കറക്റ്റായിട്ട് തരുന്നുണ്ട്. നമുക്ക് ബേസിക് മാർക്കറ്റ് സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. മാർക്കറ്റ് സ്ട്രക്ചർ ഇൻ ട്രേഡിംഗ് ഈസ് ജസ്റ്റ് ദ വേ പ്രൈസ് മൂവ് ഓവർ ടൈം. ദ ആർ മെയിൻലി 3 types. 3 ടൈപ്പിലാണ് മാർക്കറ്റ് സ്ട്രക്ചർ പോകുന്നത്. ഒന്ന് അപ് ട്രെൻഡ് നമ്മൾ പറഞ്ഞു, പിന്നെ ഡൗൺ ട്രെൻഡ്, പിന്നെ നമ്മൾ റേഞ്ച് പോകുന്നുണ്ട്, കൺസോൾട്ടേഷൻ നമ്മൾ പറഞ്ഞു. അപ് ട്രെൻഡ് ദിസ് ഈസ് വെൻ പ്രൈസ് കീപ് ഗോയിങ് ഹയർ, മുകളിലോട്ട് പോകുന്നത്. യു വിൽ സീ ന്യൂ ഹൈസ് ബിഗിനിങ് മേഡ് ആൻഡ് പ്രൈസ് ഡോണ്ട് ഡ്രോപ്പ് ബിലോ പ്രീവിയസ് ലോ പോയിന്റ്സ്. നമ്മൾ പറഞ്ഞു ഹയർ ഹൈ ക്രിയേറ്റ് ആവുന്നു, പിന്നീട് ഹയർ ലോ ക്രിയേറ്റ് ആവുന്നു, പിന്നീട് ഹയർ ഹൈ ക്രിയേറ്റ് ആവുന്നു, പിന്നീട് ഹയർ ലോ ക്രിയേറ്റ് ആവുന്നു. അതിനെയാണ് അപ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഡൗൺ ട്രെൻഡിന്റെ കേസ് നമുക്ക് നോക്കാം. ഡൗൺ ട്രെൻഡ് ഹിയർ ഇറ്റ്സ് ദ ഓപ്പോസിറ്റ്, പ്രൈസ് കീപ് ഡ്രോപ്പിംഗ് മേക്കിംഗ് ന്യൂ ലോസ് ആൻഡ് ദാറ്റ് ഡോണ്ട് ഗോ അബവ് ദ ഓൾഡ് ഹൈ പോയിന്റ്സ്. നമ്മൾ പറഞ്ഞത് തന്നെ ലോവർ ഹൈ ക്രിയേറ്റ് ആവുന്നു, ഒരു ലോവർ ലോ ക്രിയേറ്റ് ആവുന്നു, ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആവുന്നു, ഒരു ലോവർ ലോ ക്രിയേറ്റ് ആവുന്നു, ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ആവുന്നു, ഒരു ലോവർ ലോ ക്രിയേറ്റ് ആവുന്നു. അതിനെയാണ് ഡൗൺ ട്രെൻഡിൻ്റെ കേസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് റേഞ്ച് ബൗണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. റേഞ്ച് ബൗണ്ടിൻ്റെ കേസ് വരുമ്പോൾ ഇൻ ദ കേസ് പ്രൈസ് ബൗൺസ് അപ്പ് ആൻഡ് ഡൗൺ ബട്ട് ദ സ്റ്റേ വിത്തിൻ എ സർട്ടൻ റേഞ്ച് ദാറ്റ് ഡോണ്ട് മേക്ക് ന്യൂ ഹൈസ് ഓർ ന്യൂ ലോസ്.